ഹായ് ഹലോ കൂട്ടുകാരെ നമസ്കാരം. 2026 ഓഗസ്റ്റ് 1 നടക്കുന്ന +2 തുല്യത മലയാളം എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസറുമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സൂപ്പർ താങ്ക്സ് മറ്റുള്ളതും കൂടി ഒന്ന് പരിഗണിക്കുക. വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും ആൻസറുമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാച്ച് ദ ഫോളോവിങ് മറ്റ് ക്വസ്റ്റ്യൻസും നോക്കാം. അപ്പം ഫസ്റ്റായിട്ട് പറയുന്നത് ONV കുറുപ്പിൻ്റെ പെങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്നേഹവാത്സല്യങ്ങളുടെ നഷ്ടപ്പെടലുകളെയും കുറിച്ചുള്ള ആദിയാണോ പെങ്ങൾ എന്ന കവിത നൽകുന്ന സന്ദേശം നിരീക്ഷണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അതായത് സ്നേഹവാത്സല്യങ്ങളുടെ നഷ്ടപ്പെടലുകളെക്കുറിച്ചുള്ള ആദിയാണോ എന്നാണ് ചോദ്യം. അപ്പം അതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ എഴുതുക. രണ്ടാമത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പറയാം. അതിനു മുൻപ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി തരാം കേട്ടോ. പെങ്ങൾ എന്ന കവിതയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ഒരു കല്യാണത്തിന് ശേഷമുള്ള ഒരു സ്ത്രീയുടെ ജീവിതങ്ങളും ചുറ്റുപാടുകളും ഉള്ളൊരു വിശദീകരണമാണ് അതിലൂടെ പറയുന്നത്. അത് കവി തൻ്റെ പെങ്ങളായി കാണുകയും പെങ്ങൾ അനുഭവിക്കുന്ന വേദനയെ തൻ്റെ വേദനയായി കാണപ്പെടുകയുമാണ് അതിലൂടെ ചെയ്യുന്നത്. അപ്പം അതിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസൊക്കെ വരാം. ചന്ദനം പോരയരഞ്ഞകിൽ പോൽ പുകഞ്ഞു മന്യർക്കായി സുഗന്ധമേകുമ്പോൾ. ഇതുപോലുള്ള വാക്കുകളെല്ലാം സ്ത്രീ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് എടുത്തു പറയുന്നതാണ്. ചന്ദനവും അകിലും സ്വയം അരഞ്ഞ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നത് പോലെ സ്ത്രീയും അവളുടെ ജീവിതം ത്യജിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സഹായം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ലതായി തീരുകയാണ് എന്നാണ് കവി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ ആശയമാക്കി എഴുതുക. നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനായിട്ടായിരിക്കും ചോദിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കടമ്മനിട്ട രാധാകൃഷ്ണൻ എഴുതിയ കോഴി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതും ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. സ്ത്രീ സ്വാതന്ത്ര്യം, സുരക്ഷിതബോധം, സാമൂഹ്യ പദവി തുടങ്ങിയ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കവിതയാണോ കോഴി? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. സ്ത്രീ സമൂഹത്തിൽ അനുഭവിക്കുന്ന സുരക്ഷിതമില്ലായ്മയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യമില്ലായ്മയും സാമൂഹിക പദവിയുടെ അടിസ്ഥാനത്തിൽ അവളെ തരം തിരിച്ചിരിക്കുന്നതിനെയും കുറിച്ചുള്ള ആ കാലങ്ങളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരെണ്ണമാണ് കടമ്മനിട്ടയുടെ കോഴി. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതുക. അടുത്ത ഒരെണ്ണം 2024 എക്സാമിന് വന്ന ഒരു മാച്ച് ദ ഫോളോവിങ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് സൈഡിൽ അത് വായിക്കാം. അതിരുകളില്ലാത്ത സ്നേഹം, ഉദാത്തമായ സന്ദേശങ്ങൾ, സുഹൃതം, ഗൗളി ജന്മം, വെള്ളപ്പൊക്കത്തിൽ. ഇനി നമുക്കിത് കറക്റ്റ് ചെയ്ത് നോക്കാം. അതിരുകളില്ലാത്ത സ്നേഹം, അതിന് നേരെ വരുന്നത് ഖാദർ സാഹിബാണ്. അടുത്തത് അതിരുകളില്ലാത്ത സ്നേഹം എഴുതിയിരിക്കുന്നത് ഡോക്ടർ VP ഗംഗാധരനാണ്. അതിൽ വരുന്നത് ഖാദർ സാഹിബും ആമിനുമ്മയുമാണ്. അടുത്തത് നോക്കാം. ഉദാത്തമായ സന്ദേശങ്ങൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെതാണ്. അഗ്നിച്ചിറകുകൾ എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഭാഗമാണത്. ഉദാത്തമായ സന്ദേശങ്ങളിൽ വരുന്നത് ശിവസുബ്രഹ്മണ്യൻ സാറാണ്. APJ അബ്ദുൽ കലാം സാറിൻ്റെ അധ്യാപകനായിട്ടാണ് അതിൽ പറയുന്നത് ശിവസുബ്രഹ്മണ്യ അയ്യർ. അടുത്തത് സുഹൃതമാണ്. സുഹൃതം MT വാസുദേവൻ നായരുടെ തിരക്കഥയാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ആരാണ്? രവിയാണ് കേട്ടോ. ഇതൊരു സിനിമയായിട്ടുള്ളതാണ്. അടുത്തത് ഗൗളി ജന്മമാണ്. ഗൗളി ജന്മം എഴുതിയിട്ടുള്ളത് ഗ്രേസിയാണ്. അപ്പം അത് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ആരാണ്? സന്ദർശകയാണ് കേട്ടോ. ആ ഹോസ്പിറ്റലിൽ അവർ രണ്ടുപേരും ആ ഒരു ആൾ കിടക്കുന്ന സമയത്ത് അവിടത്തേക്കൊരു അവരെയാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ലാസ്റ്റ് വൺ നമുക്കെല്ലാവർക്കും അറിയാം. തകഴി ശിവശങ്കര പിള്ളയുടെ എഴുതിയതാണ് വെള്ളപ്പൊക്കത്തിൽ എന്നത് പറയുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഏതാണ്? ചേന്നൻ പറയനാണ്. ആ ഒരു കഥയിലെ ഒരു കഥാപാത്രമാണ്. അപ്പം ഇത് 2024 ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് 2025 നോക്കാം. കണ്ടോ, ഇതിലും സെയിം പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായിരുന്നാലും അതൊന്നും ഇതൊന്നും റിലേറ്റഡ് ആയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ഇങ്ങനത്തെ ഒരു മാച്ച് ദ രീതിയിലുള്ള ഫോളോയിങ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. അപ്പം ഇതും കൂടി നോക്കാം. ഇത് 2025 ഇതും 5 മാർക്കിനാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം തകഴി ശിവശങ്കര പിള്ള, മാർഗം കളി MT വാസുദേവൻ നായർ, തള്ളക്കോഴി S ജോസഫ്, ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇത് നമുക്ക് കറക്റ്റാക്കി നോക്കാം. തകഴി ശിവശങ്കര പിള്ളയുടെ വരുന്നത് നമുക്കറിയാം ചെമ്മീനാണ്. പിന്നെ മാർഗം കളി ഒരു നാടൻ കലയാണ്.
വളയിട്ട കൈകൾ എന്ന ചാപ്റ്ററിൽ നിന്നിട്ടുള്ള തിരുവാതിര, ഒപ്പന, മാർഗംകളി അതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് MD വാസുദേവൻ നായരാണ്. MD വാസുദേവൻ നായർ സുഹൃതമാണ്, തിരക്കഥയാണ്. അടുത്തത് തള്ളക്കോഴി. തള്ളക്കോഴി മാതൃത്വത്തിൻ്റെ പ്രതീകമാണ്. കടമ്മനിട്ടയുടെയാണ് കേട്ടോ തള്ളക്കോഴി വരുന്നത്, അതെന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് വൺ ഈ വരുന്നത് S ജോസഫാണ്. S ജോസഫിൻ്റെത് ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു എന്നതാണ് കേട്ടോ. അപ്പം ഇത് ഇത്രയാണ്. അപ്പം എന്തായിരുന്നാലും ചാപ്റ്റേഴ്സ് എല്ലാം ഒന്ന് നല്ലതുപോലെ വായിച്ച് വെക്കുക. ഏതൊക്കെ ക്യാരക്ടേഴ്സാണ്, ഏത് ചാപ്റ്ററിൽ നിന്നാണ്, എഴുതിയ ആളാരാണ്, അതെല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക. അപ്പം നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പെങ്ങൾ എന്ന കവിതയിലെ കയ്യിൽ കെട്ടിയിരിക്കുന്ന രാഖിയെ കവി എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? അതായത് കയ്യിൽ കെട്ടിയിരിക്കുന്ന രാഖിയെ കവി എന്തിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു? 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. സ്ത്രീയുടെ ചൂഞ്ഞെടുത്ത നരമ്പിനോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് ആ നായ പറയുകയാവാം. തകഴി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്? അപ്പം നിങ്ങളുടെ അഭിപ്രായം വിലയിരുത്തുക, തയ്യാറാക്കുക എന്നും പറഞ്ഞ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ലെന്ന് നായയ്ക്ക് തോന്നുന്ന രീതിയിൽ കഥാഭാഗത്ത് ഒരുപാട് ഭാഗങ്ങളുണ്ട്, അതൊന്ന് വായിക്കാം. നായ അതിൻ്റെ യജമാനനെ വളരെയധികം സ്നേഹിച്ചു. വെള്ളപ്പൊക്കം വന്നപ്പോൾ സ്വയം രക്ഷപ്പെടാനല്ല അത് ശ്രമിച്ചത്. അതുപോലെ തന്നെ യജമാനൻ്റെ വീടും അതിനോട് ചേർന്ന് ആകെയുള്ള സ്വത്തും സംരക്ഷിക്കുകയാണ് ചെയ്തത്. ആ ഒരു വെള്ളം കയറിയ അവസ്ഥയിലും നായ തൻ്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം യജമാനനോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. അപ്പം ഇത്രയുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ 2ാം പാർട്ട് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ ആൻഡ് ഫോളോ ഫോർ മോർ.